എന്റെ പേര് അനിൽ. ഇന്നലെ രാത്രി സംഭവിച്ചത് നിങ്ങളോട് പറയാതെ എനിക്ക് വയ്യ. എന്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ അതിനെ കണ്ടു. ആ കാര്യം യഥാർത്ഥമാണെന്ന് ഇപ്പോൾ എനിക്കറിയാം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പ്. ഇത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. ഞാൻ നാട്ടിൽ വീട് വെക്കാൻ വന്നിട്ട് 2 ആഴ്ച ആയി. പണിക്കാർക്ക് മേൽനോട്ടം വഹിക്കാൻ. എല്ലാം നന്നായി പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അന്നായിരുന്നു ആദ്യം കേട്ടത്. രാത്രി 10:30 മണി. ഞാൻ സൈറ്റിലെ ഷെഡിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം. അനിൽ, അനിൽ. വളരെ മങ്ങിയ ശബ്ദം. ഒരു സ്ത്രീയുടെ ശബ്ദം. പക്ഷേ വിചിത്രം. വളരെ ദൂരെ നിന്ന് വരുന്ന പോലെ. ആരാ? ഞാൻ ഉറക്കെ ചോദിച്ചു. നിശബ്ദ. എഴുന്നേറ്റ് വാതിലിൽ ചെന്ന് നോക്കി. പുറത്ത് ആരുമില്ല, ഇരുട്ട് മാത്രം. കൂടെ ഉണ്ടായിരുന്ന വാച്ച്മാൻ ഷാജി പറഞ്ഞു, എന്താ സാർ? നീ എന്റെ പേര് വിളിച്ചോ? ഇല്ലല്ലോ സാർ. ഞാൻ അവിടെ കോണിലായിരുന്നു. വിചിത്രം. പിന്നെ ആരാണ് വിളിച്ചത്? അതെ, ആദ്യം ഞാനും വിചാരിച്ചു സ്വപ്നം കാണുകയാണെന്ന്. പക്ഷേ കേൾക്കൂ, ഇനി പറയുന്നത് കൂടുതൽ ഭയങ്കരമാണ്. മനസ്സിന്റെ കളി ആയിരിക്കും, ഞാൻ ചിന്തിച്ചു. വീണ്ടും കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും. അനിൽ, അനിൽ. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. അടുത്തുനിന്ന് വരുന്നു. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഷാജി, നീ വന്നാലും ഞാൻ നിലവിളിച്ചു. ഷാജി ഓടിവന്നു. എന്താ സാർ? എന്താ പറ്റിയത്? ആ ശബ്ദം നീ കേട്ടില്ലേ? അവൻ തല കുലുക്കി. ഒന്നും കേട്ടില്ല സാർ. എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ എന്നോ? അത് എന്താണ് അർത്ഥമാക്കുന്നത്? ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല, പേടിച്ചു. പക്ഷേ അത് തുടക്കം മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ പണിക്കാരായ രാജുവിനോട് ചോദിച്ചു, ഈ സൈറ്റിനെ പറ്റി എന്തെങ്കിലും കഥകൾ ഉണ്ടോ? രാജു മുഖം മാറി. എന്തിനാ സാർ ചോദിക്കുന്നത്? വെറുതെ. കഴിഞ്ഞ രാത്രി വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. രാജു ചുറ്റും നോക്കി. പതുക്കെ പറഞ്ഞു, സാർ, ഇവിടെ മുമ്പ് ഒരു വലിയ കുളമുണ്ടായിരുന്നു. വളരെ ആഴമുള്ളത്. ഏകദേശം 10 വർഷം മുമ്പ് അത് നികത്തി. ഇപ്പോൾ സാർ വീട് വെക്കുന്നത് അതിന്റെ നടുവിലാണ്. അതെന്താ പ്രശ്നം? അയ്യോ, നിങ്ങൾ ചോദ്യം ചോദിച്ചോ. കുളത്തിൽ വീട് വെക്കുന്നത് നല്ലതല്ലേ എന്ന്? കേൾക്കൂ, ഈ കുളം സാധാരണമല്ല. രാജു തുടർന്നു, സാർ, ആ കുളത്തിൽ ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചു. അവളുടെ പേര് മയൂരി. വെറും 25 വയസ്സ്. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് സംഭവിച്ചത്. ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പക്ഷേ എന്ത്? ചിലർ പറയുന്നു അത് ആത്മഹത്യയായിരുന്നില്ല എന്ന്. അവളെ ആരോ തള്ളിയിട്ടു എന്ന്. എന്നാൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. എന്റെ ശരീരം തണുത്തു. അതിനുശേഷം ആൾക്കാർ പറയുന്നു അവളുടെ ആത്മാവ് ഇപ്പോഴും ആ കുളത്തിനടുത്തുണ്ട്. രാത്രികാലങ്ങളിൽ അവളെ കണ്ടതായി പലരും പറഞ്ഞു. അതുകൊണ്ടാണ് 10 വർഷമായി ആരും ഈ സ്ഥലം വാങ്ങാതിരുന്നത്. സാർ ആണ് ആദ്യം. ഞാൻ വിരുങ്ങി. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു വാങ്ങുമ്പോൾ. സാർ, ഒരു കാര്യം കൂടി, രാജു മന്ത്രിച്ചു. മയൂരി പറഞ്ഞിരുന്നത് തന്നെ കൊന്നവനെ കണ്ടെത്തും വരെ താൻ പോകില്ല എന്ന്. അവസാനമായി അവളുടെ ഡയറിയിൽ എഴുതിയത് അതാണ്. അപ്പോൾ അവളെ സത്യത്തിൽ കൊന്നു എന്നോ? ആർക്കറിയാം സാർ. പക്ഷേ അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവളുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ചിന്തിച്ചു, ഇനി എന്തു ചെയ്യണം? വീട് പണി നിർത്തണോ? അല്ലെങ്കിൽ തുടരണോ? പക്ഷേ ആ തീരുമാനം എടുക്കുന്നതിനു മുമ്പ് അന്ന് രാത്രി. ആ രാത്രി 11 മണി. ഷാജിയോട് പറഞ്ഞു എനിക്ക് ഷെഡിനുള്ളിൽ തന്നെ കൂടെ കിടക്കാൻ. അവൻ സമ്മതിച്ചു. ഇരുവരും കിടന്നു. വിളക്ക് കത്തിച്ചുവെച്ചു. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. മനസ്സിൽ മയൂരിയെ പറ്റി ചിന്ത. പെട്ടെന്ന് ഡാൻ, ഡാൻ, ഡാൻ. ഷെഡിന്റെ ഷീറ്റിൽ തട്ടുന്ന ശബ്ദം. മഴയല്ല, മഴ പെയ്യുന്നില്ല. എന്താ ആ ശബ്ദം? ഞാൻ ഷാജിയോട് മന്ത്രിച്ചു. അവൻ ഉണർന്നില്ല. നല്ല ഉറക്കത്തിൽ. ഡാൻ, ഡാൻ, ഡാൻ. കൂടുതൽ ശക്തമായി. ആരോ മനഃപൂർവ്വം തട്ടുന്നു. എനിക്ക് എഴുന്നേറ്റ് നോക്കാൻ ധൈര്യം വന്നില്ല. പുതപ്പിനുള്ളിൽ ഒളിച്ചു. പിന്നെ ആ ശബ്ദം. അനിൽ, അനിൽ, പുറത്തേക്ക് വാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പുറത്തിറങ്ങണമായിരുന്നു എന്ന്? ഇല്ലേ. പക്ഷേ സംഭവിച്ചത്. എനിക്ക് നിയന്ത്രണം നഷ്ടമായി. എന്തോ എന്നെ നിർബന്ധിക്കുന്നു. എഴുന്നേറ്റ് വാതിലിലേക്ക് നടന്നു. വാതിൽ തുറന്നു. പുറത്ത് നിലാവെളിച്ചം. എല്ലാം വ്യക്തമായി കാണാം. സൈറ്റിന്റെ നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്ന പഴയ കുളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു രൂപം. ഒരു പെൺകുട്ടി. വെളുത്ത സാരി. നനഞ്ഞു. മുടി മുഖത്ത് വീണ്. പക്ഷേ എനിക്ക് അവളുടെ കണ്ണുകൾ കാണാം. വലിയ, ദുഃഖമുള്ള കണ്ണുകൾ. എന്നെ തന്നെ നോക്കി. മയൂരിയോ? എന്റെ ശബ്ദം കേൾക്കാൻ പോലും കഴിയാത്ത വിധം താഴ്ന്നു. അവൾ തല ചലിപ്പിച്ചു. ഉവ്വ് എന്നർത്ഥം. എന്താണ് വേണ്ടത്? ഞാൻ ചോദിച്ചു. വിറയ്ക്കുന്ന സ്വരത്തിൽ. അവൾ വായ തുറന്നു. ശബ്ദം വന്നില്ല, എന്നാൽ ചുണ്ടുകൾ ഇളകി. സത്യം. അവൾക്ക് സത്യം വേണം.
ഏത് സത്യം? അവൾ കൈ ഉയർത്തി ഒരു ദിശയിലേക്ക് ചൂണ്ടി. ഗ്രാമത്തിലെ വലിയ വീടുകളിലൊന്നിലേക്ക്. അവിടെ? ഞാൻ ചോദിച്ചു. അവൾ വീണ്ടും തലചലിപ്പിച്ചു. പെട്ടെന്ന് അവൾ മങ്ങാൻ തുടങ്ങി. അപ്രത്യക്ഷമായി. ഞാൻ നിലത്ത് വീഴാൻ പോയി. ഷാജി എന്നെ പിടിച്ചു. അവൻ എപ്പോഴോ ഉണർന്ന് എന്റെ പിറകെ വന്നിരുന്നു. സാർ, സാർ. എന്താ സാർ? അവൻ പേടിച്ചു. കണ്ടോ? അവളെ കണ്ടോ? ഞാൻ നിലവിളിച്ചു. ആരെ സാർ? ആരുമില്ലായിരുന്നു. എനിക്ക് മാത്രം അവളെ കാണാൻ കഴിയുന്നു എന്നർത്ഥം. അവൾ എന്നെ തിരഞ്ഞെടുത്തു. സത്യം കണ്ടെത്താൻ. പിറ്റേന്ന് രാവിലെ ഞാൻ തീരുമാനിച്ചു. മയൂരിയുടെ സത്യം കണ്ടെത്തണം. അവളെ സമാധാനിപ്പിക്കണം. ആദ്യം ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ പോയി. അവിടെ മുത്തശ്ശി പണി ചെയ്യുന്നു. എല്ലാം അറിയാം. മയൂരിയെപ്പറ്റിയോ? അവർ ദുഃഖത്തോടെ പറഞ്ഞു. പാവം കുട്ടി. നല്ല പെൺകുട്ടി. പഠിപ്പും നന്നായി. അപ്പോഴാണ് പെട്ടെന്ന് ആ അപകടം. ആത്മഹത്യയായിരുന്നോ സത്യത്തിൽ? മുത്തശ്ശി ചുറ്റും നോക്കി. മന്ത്രിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ എന്നോട് മറ്റന്നാൾ പറഞ്ഞിരുന്നു കല്യാണത്തിന് വലിയ സന്തോഷമാണെന്ന്. പെട്ടെന്ന് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? മറ്റെന്തെങ്കിലും സംശയം? കേട്ടോ മോനെ. അവളുടെ വരാൻ പോകുന്ന ഭർത്താവ് അജിത്. വലിയ കച്ചവടക്കാരൻ. ധാരാളം പണം. പക്ഷേ ഗ്രാമത്തിൽ പറയുന്നു അവൻ മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നു എന്ന്. ഛോ, ഇപ്പോൾ കാര്യം മനസ്സിലായോ? പ്രണയം, വഞ്ചന, മരണം, ഒരു സിനിമ പോലെ. പക്ഷേ ഇത് യഥാർത്ഥമാണ്. ആരായിരുന്നു ആ പെൺകുട്ടി? രാധിക. അവളും ഇതേ ഗ്രാമത്തിലാണ്. ഇപ്പോൾ പട്ടണത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ കൂടുതൽ അന്വേഷിച്ചു. കണ്ടെത്തി. മയൂരി മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അജിത്തും രാധികയും ഒരുമിച്ച് കണ്ടതായി ഗ്രാമക്കാർ. അജിത്തിന്റെ വീട്ടിലേക്ക് പോയി. വലിയ മനോഹരമായ വീട്. ഇതാണ് മയൂരി ചൂണ്ടിക്കാണിച്ച സ്ഥലം. വാതിൽ തുറന്നത് അജിത്ത് തന്നെ. 30 വയസ്സ് പ്രായം. സുന്ദരൻ. പക്ഷേ കണ്ണുകളിൽ എന്തോ തണുപ്പ്. അതെ, അവൻ അലസമായി ചോദിച്ചു. ഞാൻ അനിൽ. പഴയ കുളത്തിന്റെ സ്ഥലത്ത് വീട് വയ്ക്കുന്നു. മയൂരിയെപ്പറ്റി അറിയാൻ വന്നതാണ്. അവന്റെ മുഖം മാറി. എന്തിൻ? വെറുതെ. ജിജ്ഞാസ്. പോയിക്കോ. എനിക്ക് സംസാരിക്കണ്ട. അവൻ വാതിൽ അടയ്ക്കാൻ പോയി. അവൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അവൻ നിന്നു. എന്താണ് പറഞ്ഞത്? മയൂരിയുടെ ആത്മാവ്. അവൾ എന്നോട് സത്യം കണ്ടെത്താൻ പറയുന്നു. അവൻ ചിരിച്ചു. പക്ഷേ ഭയം അവന്റെ കണ്ണുകളിൽ. ഭ്രാന്താണോ? പോയിക്കോ. വാതിൽ കരുത്തോടെ അടഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി. അവൻ ഭയപ്പെട്ടു. അവനറിയാം എന്തോ. ആ രാത്രി വീണ്ടും മയൂരി വന്നു. ഇപ്പോൾ എനിക്ക് പേടിയില്ല. എനിക്കറിയാം അവൾ എന്നെ ഉപദ്രവിക്കില്ലെന്ന്. മയൂരി അജിത്താണോ? ഞാൻ നേരിട്ട് ചോദിച്ചു. അവൾ തല ചെലിപ്പിച്ചു. ഉവ്. അവൻ നിന്നെ തള്ളിയിട്ടോ? വീണ്ടും ഉവ്. എന്തുകൊണ്ട്? അവൾ വായ തുറന്നു. ഇത്തവണ കുറച്ച് ശബ്ദം വന്നു. റാ ധി യു മൈ പോ കാൻ. മനസ്സിലായി. അജിത്തിന് രാധികയുമായി പോകണമായിരുന്നു. എന്നാൽ മയൂരിയുമായുള്ള കല്യാണം തടസ്സം. അതുകൊണ്ട് അവൻ അവളെ കൊന്നു. എനിക്ക് എന്തു ചെയ്യാം? ഞാൻ ചോദിച്ചു. അവൾ എന്റെ കൈയിലേക്ക് നോക്കി. അവിടെ എന്റെ ഫോൺ. മനസ്സിലായി. തെളിവ് വേണം. ഇനി ഞാൻ ഒരു ഡിറ്റക്റ്റീവ് ആയി മാറി. സിനിമയിൽ കാണുന്ന പോലെ. പക്ഷേ ഇവിടെ പ്രേതം എന്നെ സഹായിക്കുന്നു. അടുത്ത ദിവസം രാധികയെ കണ്ടെത്തി. പട്ടണത്തിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവളോട് സത്യം പറഞ്ഞു. നോക്കൂ, മയൂരിയുടെ ആത്മാവ് സമാധാനത്തിലല്ല, അവൾക്ക് നീതി വേണം. രാധിക കരഞ്ഞു തുടങ്ങി. എനിക്കറിയാം. എനിക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അജിത് പറഞ്ഞു എന്നോട്. അവൻ മയൂരിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന്. എന്നെയാണ് വേണ്ടതെന്ന്. എന്നാൽ ആ രാത്രി അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. കുളക്കരയിലേക്ക്. ഞാൻ പിന്നാലെ പോയി. കണ്ട്. അവൻ മയൂരിയോട് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ എന്ത്? അവൻ അവളെ തള്ളി. വെള്ളത്തിലേക്ക്. ഞാൻ നിലവിളിച്ചു. പക്ഷേ അവൾ മുങ്ങി. അവൻ എന്നോട് പറഞ്ഞു, ആരോടും പറയരുതെന്ന്. അല്ലെങ്കിൽ എന്നെയും കൊല്ലുമെന്ന്. നിങ്ങൾ പോലീസിനോട് പറഞ്ഞില്ലേ? പേടിച്ചു. അവൻ ശക്തനാണ്. പണവും സ്വാധീനവും ഉണ്ട്. ഇപ്പോൾ പറയാമോ? പോലീസിൽ മൊഴി നൽകാമോ? അവൾ തല കുനിച്ചു. മയൂരിയുടെ ആത്മാവ് എന്നെയും വലയ്ക്കുന്നു. രാത്രികാലങ്ങളിൽ സ്വപ്നങ്ങളിൽ വരുന്നു. പറയാം. ഞാൻ പറയാം. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. രാധിക മൊഴി നൽകി. കേസ് വീണ്ടും തുറന്നു. അജിത്തിനെ അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രി സൈറ്റിൽ മയൂരി അവസാനമായി വന്നു. ഇത്തവണ അവൾ വ്യത്യസ്തയായിരുന്നു. മുഖത്ത് സമാധാനം. പുഞ്ചിരി പോലും. നന്ദി. അവൾ മന്ത്രിച്ചു. ഇപ്പോൾ ശബ്ദം വ്യക്തമായി. നിനക്ക് ഇനി പോകാം, ഞാൻ പറഞ്ഞു. സമാധാനത്തോടെ. അവൾ തല കുനിച്ചു. പതുക്കെ പതുക്കെ മങ്ങി. അപ്രത്യക്ഷമായി. എന്നേക്കുമായി. സൈറ്റിൽ വിചിത്രമായ ശബ്ദങ്ങൾ ഇനിയില്ല. സമാധാനം തിരിച്ചുവന്നു. വീട് പണി തുടർന്നു. ഇപ്പോൾ എനിക്ക് ആ സ്ഥലത്ത് താമസിക്കാൻ പേടിയില്ല. മയൂരിക്ക് നീതി കിട്ടി.
അവളുടെ ആത്മാവ് മോചിതമായി. എനിക്ക് മനസ്സിലായത്, ചിലപ്പോൾ പ്രേതങ്ങൾ പ്രതികാരത്തിനല്ല വരുന്നത്, നീതിക്ക് വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റിൽ പറയൂ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന്. ശ്രദ്ധിക്കൂ, രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പഴയ കുളങ്ങൾക്കടുത്ത് പോകരുത്. ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കരുത്. സുരക്ഷിതരായിരിക്കൂ. വീണ്ടും കാണാം അടുത്ത ഭയാനക കഥയിൽ.